ഹലോ ഗായ്സ്, നമ്മളിന്ന് എങ്ങോട്ടാണ് പോകുന്നത് മിസ്റ്റർ ഗോഡൻഡാസ്? ഒരിടത്തും പോകുന്നില്ല. അങ്ങനെ പറയല്ലേ. ട്രെയിനിൽ എവിടെ പോകും? ട്രെയിൻ കാണാൻ പോകും. ട്രെയിൻ കണ്ടിട്ടില്ല ഇതുവരെ? ഇല്ല. ഓക്കെ, അപ്പോൾ ട്രെയിൻ കാണാത്ത ഗോഡ്വിനെ നമ്മൾ ട്രെയിൻ കാണിക്കാൻ കൊണ്ടുപോകണം. ഓക്കെ ഗൈസ്, സമയമില്ല. ഓടി ട്രെയിൻ പിടിക്കാനുള്ള ഓട്ടത്തിലാണ്. 11 മണിക്കാണ് ട്രെയിൻ. ഇപ്പോൾ ടൈം 10:53. നമ്മളെത്തി ഗൈസ്, റെയിൽവേ സ്റ്റേഷൻ എത്തി. വന്നെത്തിയതും ട്രെയിൻ വന്നതും എല്ലാം ഒരുമിച്ചായിരുന്നു. Clapham Junction and London Victoria. The next station is Hove. നമ്മൾ ട്രെയിനിൽ എവിടെ പോവാണ്? നമ്മൾ എവിടെ പോവാണെന്ന് പറ. നമ്മളെവിടെ പോവാണ്? എവിടെ? അവിടെ പോവാണ് നമ്മൾ. ഈ വിളിയിടുന്നത് എന്തിനാണെന്നറിയോ ഗൈസ്? അവനെ ചാടിക്കളിക്കാനാണ്. ഈ സ്ട്രോയിഡാണ് എത്തി ഗൈസ്. ഇനി ഇവിടെ നിന്ന് നമുക്ക് ബസ്സിൽ പോകണം. ഇതുണ്ടോ ഗൈസ്, ഡാഡി പേടിച്ചിരിക്കുന്നത് നമ്മുടെ ഈ വണ്ടി കണ്ടിട്ടാണ്. ദൂരെ നിന്ന് കാണാൻ ഡാഡിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അടുത്ത് വരുമ്പോൾ പേടിയാണ്. ബസ് വെയിറ്റിംഗ് ആണ് ഗൈസ്. കട്ട പോസ്റ്റ്. യെസ്. ഡാഡി എവിടെ വന്നിരിക്കുന്നത്? ഭയങ്കര തിരക്കായിരുന്നു. പഴയ ബസ്സിലൊക്കെ കയറി ആ ഒരു ഫീലായിരുന്നു. ഡാഡി ഫുൾ എക്സ്പ്ലോറിങ് ആണ് ഗൈസ്. അവന് പുറത്തോട്ട് കാഴ്ചകളൊക്കെ കണ്ട് ഓരോന്ന് വായി നോക്കി അങ്ങനെ വരുമായിരുന്നു. സീറ്റിലിരിക്കാനേ വയ്യ, എഴുന്നേറ്റ് നിന്ന് കാഴ്ചകൾ കാണണം. അതാണ് ഡാഡിക്ക് ഇഷ്ടം. ഡാഡിനെ കാണുമ്പോൾ എല്ലാവരും ആദ്യം ശ്രദ്ധിക്കണം അവൻ്റെ കണ്ണാട്ടോ. അടിപൊളിയല്ലേ? അപ്പോൾ ഇവിടാണ് നമ്മൾ വന്നത്. ലാവൻഡർ ഫാം, മേഫീൽഡ് ലാവൻഡർ ഫാം കാണാനാണ് നമ്മൾ വന്നത്. ഡാഡി ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഉറക്കായിട്ടോ. ഞങ്ങളകത്ത് കയറി. Godindas, are you excited? Not really. Why not? ഇത് ലാവൻഡർ ഫാം എന്ന് പറയാൻ പറ്റൂല. Why? പോയി നോക്ക്, ഇതെന്തോ നോക്ക്, അതൊക്കെ നോക്ക്, ഇതെന്തോന്ന് പോവാണ്. സത്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നു. നമുക്ക് എന്തായാലും അകത്തോട്ട് പോയി നോക്കാം. ഡാഡി ഉറങ്ങിയതുകൊണ്ട് നമ്മൾ സ്ട്രോളറിൽ കിടത്തുവാണേ. നമ്മളവനെ കിടത്തി അവനൊന്ന് കംഫർട്ടാക്കിയിട്ട് ഫ്രണ്ടിലോട്ട് പോകാം. ഇത് ലോബി ക്രോസിംഗ് ആണ് അത്രേ. ആ പോകുന്ന വണ്ടി കണ്ടോ, അത് പോകുന്ന വഴിയാണിത്. ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള ഏരിയ. ആൻഡ് ദെൻ ഫുൾ ലാവൻഡേഴ്സ്. ബട്ട് ആസ് യൂഷ്വൽ നമ്മൾ വന്നത് സീസൺ കഴിഞ്ഞിട്ടാണെങ്കിൽ ഇഷ്ടംപോലെ തേനീച്ചയുണ്ട്. അവർക്ക് ഫുഡ് കഴിക്കാൻ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും അല്ലേ? അല്ലേടാ, നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. സീസൺ കഴിഞ്ഞു. നമുക്കിങ്ങനെ നടന്ന് കുറച്ച് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എടുത്തിട്ട് വരാം. ഫോട്ടോഷൂട്ട് ഓൺ ഗോയിങ് ഗൈസ്. നല്ല ഉറക്കം.
പറഞ്ഞ ആ വണ്ടി അവരിതിൽ കയറ്റി നമ്മളെ ഈ ഫാം ഫുള്ള് ചുറ്റി കാണിക്കും. വന്ന സ്ഥിതിക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാതെ എങ്ങനെ തിരിച്ചു പോകുന്നത്. പിന്നെ തലങ്ങും വിലങ്ങും നടന്ന് കുറേ ഫോട്ടോസും വീഡിയോസും എടുക്കുന്നതായിരുന്നു പരിപാടി. അങ്ങോട്ട് നടക്കുന്നു, ഇങ്ങോട്ട് നടക്കുന്നു, ഇരിക്കുന്നു, എഴുന്നേൽക്കുന്നു, ഇതൊക്കെ തന്നെയായിരുന്നു പരിപാടി. ഫോട്ടോസിനും വീഡിയോസിനും ഒരു കുറവുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മളൊന്ന് കഫേ വന്നു, എന്തെങ്കിലും കഴിച്ചിട്ട് ബാക്കി. കഫേ വന്നപ്പോൾ ഡാരി എഴുന്നേറ്റു. നമുക്ക് ഇരിക്കാൻ ഒരു സ്ഥലം തപ്പിപ്പോവാം ഗൈസ്. ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്കും ഡാഡി ഫുൾ മൂഡ് ഓണായിട്ടാണ് എഴുന്നേറ്റത്. ആ ഫാം ഫുള്ള് ഓടി 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 നടക്കുമായിരുന്നു. പിന്നെ ഇവൻ്റെ കുറച്ച് നല്ല ക്ലിക്സ് കിട്ടാൻ വേണ്ടി ഞങ്ങളും കുറച്ച് അവനെ ഓട്ടിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷെ അവനത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടെ നിന്ന് തിരിച്ച് വരാനേ തോന്നുന്നില്ല അവന്, അതുപോലെ ഓട്ടമായിരുന്നു. ഇവൻ്റെ പിറകെ ഗോഡ്വിനാണെങ്കിൽ ഓരോ സ്റ്റില്ല് കിട്ടാനായിട്ട് ഇവനെ ഓരോ ചെടിയുടെ പൂക്കളുടെ അടുത്തെത്തുമ്പോഴത്തേക്ക് ഇതുപോലെ ഒളിച്ചിരുന്നിട്ട് അവനെ വിളിക്കും. അപ്പോൾ കുറച്ച് റാൻഡം ക്ലിക്സ് എടുക്കാനായിട്ടായിരുന്നു. അപ്പോൾ അവനത് കളി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഗോഡ്വിനെ ഇങ്ങനെ തപ്പി പിറകെ ചേസ് ചെയ്ത് പോകുമായിരുന്നു. എന്നിട്ട് ഗോഡ്വിനാണെങ്കിൽ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഒന്ന് നിന്നപ്പോഴത്തേക്കും അവൻ സമ്മതിക്കുന്നില്ല. അവൻ ഫുൾ എനർജി ഓൺ. ഫുൾ ഓടുവാണ് അല്ലേ ഡാഡി? സീസൺ കഴിഞ്ഞാണ് എത്തിയത്. അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ച ഒരു എഫക്റ്റ് കിട്ടിയില്ല. പക്ഷെ പൂക്കൾ അടുത്ത് വന്ന് കാണാൻ അടിപൊളിയായിരുന്നു. പിന്നെ അവിടെ ഇതുപോലൊരു ഏരിയ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഫാമിൽ നിന്ന് തിരിച്ചു പോവാണ് ഗൈസ്. തിരിച്ചു പോയില്ലല്ലോ, തിരിച്ചു പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മൾ കയറി വന്ന സ്ഥലം നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, ഉദ്ദേശിച്ച പോലെ കിട്ടിയില്ല. പക്ഷെ ഉള്ളിലോട്ട് പോയപ്പം അടിപൊളിയായിരുന്നു. ഇനി നമ്മൾ താഴോട്ട് തിരിച്ചു പോകുന്നു. ആ ഫോൺ ബൂത്തിൻ്റെ അവിടെ നിന്ന് 2 ഫോട്ടോ എടുത്തിട്ട് നമ്മൾ തിരിച്ചു പോകും അല്ലേ? നല്ല രസമുണ്ടല്ലേ ആ ബാക്ക്ഗ്രൗണ്ടിൽ ആ കൂടാരം കാണാൻ. ഈ ട്രാക്ടറും ഡാഡിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. അതിൽ കയറിയിരുന്ന സ്റ്റിയറിങ് കളിക്കുകയായിരുന്നു അവൻ്റെ പരിപാടി. ആരും വന്നിട്ടും മാറിക്കൊടുക്കുന്നില്ല. അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടെ നിന്ന് വരുന്നുമില്ല. മീൻസ് വേറെ കുട്ടികൾ വന്ന് ഇരിക്കുന്നതുകൊണ്ട് അതിൻ്റെ പ്രശ്നമില്ല. പക്ഷെ അവൻ അവിടെ നിന്ന് മാറാൻ വയ്യ. അവർക്ക് ഫോട്ടോ എടുക്കാനൊന്നും ഇവൻ മാറിക്കൊടുക്കുന്നില്ല. പിന്നെ പൊക്കിക്കൊണ്ട് പോവുമായിരുന്നു. അതിനൊരു കരച്ചിലും ബഹളമൊക്കെ ഉണ്ടായിരുന്നു അവിടെ വെച്ച്. ഞാനൊരു ഫോട്ടോ എടുക്കാൻ കൂടെ കയറി പോയതാണ്. ഞാൻ എന്നിട്ട് അവൻ ചെറുതായിട്ടൊന്ന് നീക്കിയിരുത്തി. അവനിരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു അവനെന്നെ ഇറക്കി വിട്ടു ഗൈസ്. ഇറങ്ങിപ്പോ ഇത് തള്ളി മാറ്റി. മാറിക്കൊടുക്കേ ബാക്കി ഡാഡിയാണെങ്കിലും ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ സമ്മതിക്കുന്നേയില്ല. അവന് എല്ലായിടത്തും ഒറ്റയ്ക്ക് കയറിയിരിക്കണം. അവനാണ് സ്റ്റാർ ഓഫ് ദ ഷോ. ഞങ്ങളെന്നിട്ട് തള്ളി മാറ്റി. എന്നിട്ട് ഇവൻ ഈ കാണിക്കുന്ന കണ്ടിട്ട് കൂടെ ഇരിക്കുന്നവരൊക്കെ ചിരിയായിരുന്നു. അതവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവരും എൻകറേജ് ചെയ്യുന്നതൊക്കെ. അവിടെ തന്നെ ഫ്രണ്ടിലായിട്ട് ഇതുപോലൊരു മ്യൂസിയം പോലെ ഒരെണ്ണം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അവരുടെ ലാവൻഡറിൻ്റെ ഹിസ്റ്ററിയാണ് കാണിച്ചേക്കുന്നത്. നമുക്ക് അത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും അതിനുള്ളിൽ കയറിക്കഴിഞ്ഞാൽ. അപ്പോൾ അതും കണ്ടിട്ട് നമുക്ക് വരാം. അവിടെ തന്നെ ഈ ഒരു ഷോപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ
നെക്സ്റ്റ് അതിനകത്തോട്ട് പോവാണ്. അവിടെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. കയറി ചെല്ലുമ്പോൾ തന്നെ സൈഡിലായിട്ട് ഈ ഒരു ബഞ്ച് ഓഫ് ലാവൻഡേഴ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മേടിക്കാം. എനിക്കതിൻ്റെ മണം ഇഷ്ടപ്പെട്ടു, എന്താണെന്നറിയില്ല. സാധനം കാണിച്ചേർട്ടെ. ജിന്നാണ് ഗൈസ്, ലാവൻഡർ ഫ്ലേവേർഡ് ജിൻ. ലാവൻഡർ ഫ്ലേവേർഡ് സോപ്പ് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് കൊടുക്കാം. പക്ഷെ നല്ല മണം കേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ. ഹണി, ഇവിടുത്തെ ലാവൻഡർ ഫാമിലെ ബീസ് വെച്ചുണ്ടാക്കിയ ഹണി. ഫ്രാഗ്രൻസ് ഗൈസ്, നല്ല മണമാണ്. പക്ഷെ റേറ്റ് 100 ml ജസ്റ്റ് 49.95. നല്ല മണം കേട്ടോ, അടിപൊളി. ചെറുതുണ്ട്, 50 ആണെങ്കിൽ 50 എടുക്കാം. 29.95. ലാവൻഡർ ചട്നി ഗൈസ്, ലാവൻഡർ ജെല്ലി, ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് കേട്ടോ. റാസ്ബെറി ആൻഡ് ലാവൻഡർ ജാം. ഇപ്പം എങ്ങനെ ഇത് ഓരോന്ന് കണ്ടുപിടിക്കുന്നതെന്ന് അറിയില്ല. ഈവൻ കുക്കീസ് വരെ ലാവൻഡർ ഫ്ലേവർ. ലാവൻഡർ ഫ്ലേവർ ഐസ്ക്രീം എടുത്തു. അലീന ഒരു മാഗ്നോ എടുത്തു. ബാക്കി ഞങ്ങൾ 3 പേരും ലാവൻഡർ ഫ്ലേവർ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ തിരിച്ചു പോവാണ് ഇത് കഴിച്ചിട്ട്. ബൈ.